സങ്കീർത്തനങ്ങൾ 66-18-19 വാക്യങ്ങൾ. ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കുകയില്ലായിരുന്നു. എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു, എൻ്റെ പ്രാർത്ഥന ശബ്ദം ശ്രദ്ധിച്ചിരിക്കുന്നു. ജീവവചനത്തിൻ്റെ പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ക്ഷമയും സ്നേഹവും നിരപ്പും എന്ന വിഷയമാണ് നാം ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്. പ്രാർത്ഥനയോടെ ദൈവവചന കേൾവിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കൂടപ്പിറപ്പുകളെ ഏതൊരു വിശ്വാസിയുടെയും ആഗ്രഹമാണ് ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുകയും എനിക്ക് ഉത്തരമരുളുകയും ചെയ്യണം എന്നുള്ളത്. എന്നാൽ എല്ലാ പ്രാർത്ഥനകളും എല്ലാവരുടെയും പ്രാർത്ഥനകളും ദൈവം കേൾക്കുകയില്ല എന്ന് ദൈവവചനം ആഴത്തിൽ നമ്മൾ വ്യക്തവും ശക്തവുമായി പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ദൈവം കേൾക്കത്തക്ക യോഗ്യതയുള്ള പ്രാർത്ഥനകൾ മാത്രമേ ദൈവം കേൾക്കുകയുള്ളൂ. പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിച്ചെങ്കിലേ ദൈവം കേൾക്കുകയുള്ളൂ. പ്രാർത്ഥന ദൈവം കേൾക്കാത്തതിനുള്ള തടസ്സങ്ങൾ എന്തൊക്കെ എന്ന തിരുവചന അടിസ്ഥാനത്തിൽ തിരിച്ചറിഞ്ഞ് അത് പരിഹരിക്കുകയാണ് ഏതൊരു ദൈവ പൈതലിൻ്റെയും ആവശ്യം. മറുപടി ലഭിക്കത്തക്ക നിലയിൽ തടസ്സങ്ങൾ നീക്കി പ്രാർത്ഥിക്കുകയും ദൈവിക മറുപടികൾ പ്രാപിക്കുന്നവരുമായി തീരുക എന്നത് നമുക്ക് ഏവർക്കും ഇടയായി തീരേണ്ട കാര്യമാണ്. സങ്കീർത്തനക്കാരൻ തൻ്റെ പ്രാർത്ഥന ദൈവം കേട്ട് തനിക്ക് മറുപടി ലഭിക്കുവാനുണ്ടായ ഗുണമെന്തായിരുന്നു എന്ന് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് പ്രാർത്ഥന കേൾക്കുകയില്ലായിരുന്നു. അകൃത്യം എൻ്റെ ഹൃദയത്തിൽ വകഞ്ഞു വയ്ക്കാതെ ഞാൻ ഹൃദയം ശുദ്ധമാക്കി പ്രാർത്ഥിച്ചതിനാൽ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ട് മറുപടി നൽകുകയും ചെയ്തിരിക്കുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയരെ, പ്രാർത്ഥന കേൾക്കാത്തതിൻ്റെ കാരണത്തെ യെശയ്യാ പ്രവചനത്തിലും ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങളത്രേ അവൻ കേൾക്കാതെ വണ്ണം അവൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. ഈ തിരുവചന സത്യം എപ്പോഴും നാം മറക്കാതെ ഓർത്തിരിക്കേണ്ടിയ ഒരു സത്യമാണ്. പ്രവാചകൻ ഇപ്രകാരം ഓർപ്പിക്കുന്നു, നിങ്ങളുടെ അകൃത്യങ്ങളത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. ദൈവത്തെയും പ്രാർത്ഥിക്കുന്നവരെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത് മനുഷ്യരാരുമല്ല, മറിച്ച് അവരുടെ അകൃത്യങ്ങൾ തന്നെ എന്ന് വ്യക്തമാക്കുന്നു. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. അപ്പോൾ അകൃത്യങ്ങളും പാപങ്ങളും ദൈവം പ്രാർത്ഥന കേൾക്കാതിരിക്കുവാനുള്ള കാരണമാണ്. ദൈവം നാമുമായി ഭിന്നതയിലായിരിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തെയും നമ്മയും തമ്മിൽ ഭിന്നിപ്പിക്കുന്ന വിഷയങ്ങളും ആണ് എന്ന് തിരുവചനം ഓർപ്പിക്കുന്നത്. ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുകയും മറുപടി ഇച്ഛിക്കുകയും ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ടിയ നിരവധി പ്രാർത്ഥന പ്രമാണങ്ങൾ തന്നെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നാണ് വചനം വ്യക്തമാക്കുന്നത്. വചനപ്രകാരമുള്ള പ്രാർത്ഥനകൾക്ക് പ്രിയരെ ഉത്തരം ലഭിക്കൂ. സ്വയനീതിയിൽ നിന്നുള്ള പ്രാർത്ഥന ദൈവം വെറുക്കുന്നു. രക്ഷയ്ക്ക് വേണ്ടി ഒരു പാപി നിലവിളിച്ചാൽ ദൈവം ആ പ്രാർത്ഥന കേട്ട് കരുണ കാണിക്കുന്നുണ്ട്. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്നാൽ ദൈവവചനത്തിന് എതിരെ ചലിച്ചുകൊണ്ട് ഒരുവൻ ഞാൻ നീതിമാൻ എന്ന് ധരിച്ചു പ്രാർത്ഥിച്ചാൽ ദൈവം തന്റെ മുഖം അവനെ തിരിച്ചു നിൽക്കും. പരീശനും ചുങ്കക്കാരനും ദൈവാലയത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ യോഗ്യതയുണ്ട് എന്ന് കരുതി വചനത്തിനെതിരെ നിന്ന് പ്രാർത്ഥിച്ചവൻ ലജ്ജിതനായി പോയപ്പോൾ തന്നെത്താൻ താഴ്ത്തി സ്വയം സമർപ്പിച്ച് തൻ്റെ കുറവുകൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചവൻ ചുങ്കക്കാരൻ. അവൻ നീതീകരിക്കപ്പെട്ടവനായി, അവൻ മറുപടി ലഭിച്ചവനായി, അവൻ സന്തോഷവാനായി മടങ്ങിപ്പോകുവാനിടയായി. മറ്റുള്ളവനോട് ക്ഷമിക്കാൻ കഴിയാത്ത മനസ്സിനുടമയായി എത്ര പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന സ്വർഗത്തിലെത്തുകയില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതുമുണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പീൻ,
നിങ്ങൾ ക്ഷമിക്കാഞ്ഞാലോ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കയില്ല എന്നാണ് മർക്കോസിന്റെ സുവിശേഷം 11 വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവം കേൾക്കുന്ന പ്രാർത്ഥനയുടെ ഒരു യോഗ്യതയാണ് ക്ഷമിച്ചതിന് ശേഷം പ്രാർത്ഥിക്കുക എന്നുള്ളത്. ക്ഷമിച്ചവന്റെ പ്രാർത്ഥനയെ ദൈവം കേൾക്കുകയുള്ളൂ. സ്നേഹിക്കുന്നവന്റെ പ്രാർത്ഥനയെ ദൈവം കേൾക്കുകയുള്ളൂ. ക്ഷമിക്കുന്നവന് മാത്രമേ സ്നേഹിക്കുവാൻ കഴിയുള്ളൂ. അപ്പോൾ ക്ഷമിക്കുന്നവന്റെയും സ്നേഹിക്കുന്നവന്റെയും പ്രാർത്ഥന നിശ്ചയമായും ദൈവം കേൾക്കും. സഹോദരനോട് സ്നേഹമില്ലാതെ, സഹോദരനോട് നിരന്നുകൊള്ളാതെ നാം എത്ര പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകുകയില്ല. ഹൃദയത്തിൽ സഹോദരനോട് വെറുപ്പ് സൂക്ഷിച്ചുകൊണ്ട് സ്നേഹം പങ്കുവയ്ക്കുവാൻ, സ്നേഹം അനുഭവിക്കുവാൻ മനസ്സില്ലാതെയുള്ള പ്രാർത്ഥന അത് യോഗ്യതയുള്ള പ്രാർത്ഥനയല്ല. ക്ഷമിച്ചാൽ മാത്രം പോരാ, സ്നേഹിക്കുകയും വേണം എന്നത്ര ദൈവവചനം പഠിപ്പിക്കുന്നത്. നിരപ്പ് പ്രാപിച്ച ശേഷമുള്ള പ്രാർത്ഥനയാണ് കേൾക്കുവാൻ യോഗ്യതയുള്ള പ്രാർത്ഥനയെന്ന് കർത്താവ് തന്നെ പഠിപ്പിച്ചിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ, ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിങ്കൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന്റെ മുൻപിൽ വച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക, പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കുക എന്നാണ് കർത്താവ് വ്യക്തമാക്കിയത്. എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്ന് പരാതി പറഞ്ഞ് നിരാശപ്പെട്ട് ഹൃദയകാഠിന്യമുള്ളവരായി പരാജിതരായി ജീവിതം നയിക്കാതെ നമ്മുടെ പിഴവുകൾ, നമ്മുടെ കുറവുകൾ, നമ്മുടെ ബലഹീനതകൾ, നമ്മുടെ പോരായ്മകൾ ഒക്കെ തിരിച്ചറിഞ്ഞ് അതെല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ക്ഷമിച്ച് സ്നേഹിച്ച് നിരപ്പ് പ്രാപിച്ച് യോഗ്യതയുള്ളവരായി വചനം കാത്ത് ദൈവത്തോട് അടുത്തു ചെന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് മറുപടി നേടി വിജയ ജീവിതം നയിക്കുവാൻ ഇന്നും ദൈവം നമുക്ക് പ്രിയരെ അവസരം ഒരുക്കി വച്ചിരിക്കുന്നു. ഇന്ന് പകലിൽ അവസരം നാം ഉപയോഗിക്കുന്നവരായി തീർന്നാൽ നിശ്ചയമായും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഇന്ന് തന്നെ മറുപടി ഉണ്ടാകും. കൂടപ്പിറപ്പുകളെ, നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കാൻ തക്കവണ്ണം യോഗ്യമായ പ്രാർത്ഥനയാണോ എന്ന് നാം പരിശോധിക്കുക. അതോ ഉത്തരം പ്രതീക്ഷിക്കാത്ത പ്രാർത്ഥന ചടങ്ങുകളാണോ നമ്മുടെ പ്രാർത്ഥന സന്ദർഭങ്ങൾ? ദൈവമുഖത്തു നിന്ന് ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥന അർപ്പിച്ചു ക്ഷമിക്കുന്ന, സ്നേഹിക്കുന്ന, നിരപ്പ് പ്രാപിക്കുന്ന, യോഗ്യത നേടി പ്രാർത്ഥിക്കുന്നവരായി, ഉത്തരം ലഭിച്ചവരായി, വിജയകരമായ പ്രാർത്ഥനാ ജീവിതം നയിക്കുന്നവരായി തീരേണ്ടതിനു വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് ആവശ്യമാണ്. ഇന്ന് പകലിലും പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കാൻ തയ്യാറാണ്. നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെന്ന് പരിശുദ്ധാത്മാവിൻ്റെ സഹായം ചോദിച്ച് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം ശ്രദ്ധയോടെ കേട്ട് ധ്യാനിക്കുവാൻ ഞങ്ങൾക്ക് നൽകി തന്ന ഈ നല്ല അവസരത്തിനായി, സന്ദർഭത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ക്ഷമിക്കുകയും സ്നേഹിക്കുകയും നിരപ്പ് പ്രാപിക്കുകയും ചെയ്യും. ഞങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുവാൻ യോഗ്യതയുള്ള പ്രാർത്ഥനയായി ഉയർത്തുവാൻ ഇന്ന് പകലിലും ഞങ്ങളെ സഹായിക്കണമേ. തുടർന്നുള്ള നാളുകളിലും അങ്ങനെ തന്നെ ജീവിക്കുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ, കർത്താവിൽ നിന്ന് പ്രാപിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഇന്ന് പകലിൽ മറുപടി നൽകി തരണമേ. ജനം വിടുവിക്കപ്പെടട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ. ഇന്നിൻ്റെ മറുപടികളും വിടുതലുകളും സ്വർഗം കൽപ്പിക്കണം. മഹത്വം അങ്ങയ്ക്ക്. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിൻ്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നപ്പ ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ.